വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. കപ്പ കൊണ്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അപ്പോൾ കപ്പ മെഴുക്കുവരട്ടിയെന്നോ മുളകിട്ടതെന്നോ എങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് അതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. തീരെ ചെറുതാക്കണമെന്നില്ല, എന്നാൽ ഒരുപാട് വലുതും ആക്കണ്ട. ഒരു സൈസൊക്കെ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കപ്പ എപ്പോൾ വേവിച്ചാലും കൂടുതൽ വെള്ളം വെച്ച് വേവിച്ചെടുക്കാൻ നോക്കുക. ഒക്കെ വെള്ളം ഒഴിച്ച് നമ്മൾ കപ്പ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ കപ്പ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഒരു 10-20 ചെറിയ ഉള്ളിയുണ്ട്, അതൊന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം. കപ്പ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകുന്ന പരുവം വേണ്ട, എന്നാൽ നമുക്ക് കപ്പ ഒന്ന് വെന്ത് കിട്ടുകയോ വേണം. ആ ഒരു പരുവത്തിന് നിർത്തുക. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ട് ചോമന്തി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരല്പം കറിവേപ്പില. നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. നമ്മുടെ ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അത് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം. അത് കൂടാതെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പേ ചേർത്തുള്ളൂ. അപ്പോൾ ഇതിന് ആവശ്യമായ ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിൽ നല്ലത് ഇച്ചിരി കട്ടൻ ചായയായിട്ട് ഇതൊരു 4 മണിയാകുമ്പോൾ കഴിക്കുകയാണെങ്കിൽ ആഹാ അടിപൊളിയാണ്. എരിവുണ്ട്, മധുരമൊക്കെ ആയിട്ട് ഇച്ചിരി നല്ല കട്ടൻ ചായ കുടിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. എന്ന് വെച്ചാൽ ചോറിനും പറ്റില്ല എന്നല്ല പറഞ്ഞത്. നല്ല സാധനമാണ്, എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ലതാണ്. നല്ലൊരു മെഴുക്ക് വരട്ടിയാണ്. പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കപ്പ മെഴുക്ക് വരട്ടിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.